ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ, ഇത്തരത്തിലുള്ള പകൽ കൊള്ള, ദേവസ്വപഹരണം, സ്വർണ്ണ കൊള്ള, ഇതൊക്കെ നടക്കുന്നത് ഒരു സ്വാഭാവികതയാണെന്ന മട്ടിലേക്ക് മറ്റൊരു വാർത്ത കൂടി എന്ന നിലയിലേക്ക് ആളുകൾ അതിനെ സ്വീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. 2019 എന്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത്? ആ കാര്യത്തിന് ഈ ദേവസ്വം ബോർഡിന് എന്ത് ഉത്തരവാണ് പറയാനുള്ളത്? കാരണം 1999 തന്നെ സ്വർണം പൂശിയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ രണ്ടാമത് സ്വർണം പൂശാൻ വേണ്ടി ചെമ്പ് പാളികളാണ് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 20 വർഷം മുൻപ് സ്വർണം പൂശിയിട്ടുള്ള പാളികൾ സ്വർണമേ അല്ല, അത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഹസർ തയ്യാറാക്കുകയും എന്നിട്ട് ഈ ഓൾറെഡി സ്വർണം പൂശിയിട്ടുള്ള പാളികൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ, ഒരു മധ്യസ്ഥനെ, ഒരു ദല്ലാളിനെ ഏൽപ്പിച്ചിട്ട് അയാൾ സ്വന്തം നിലയിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇത് എന്ത് വ്യവസ്ഥയാണ്, എന്ത് സിസ്റ്റമാണ്? ഈ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ പാലിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനമാണോ നമ്മളവിടെ കാണുന്നത്? എന്നിട്ട് ഇദ്ദേഹം ഇത് കൊണ്ടുപോയി. ആ കൊണ്ടുപോയിട്ടുള്ള സംഗതി എവിടെ? ഇപ്പൊ പറയുന്നു മറ്റൊരു പാളികളാണ് ഇവിടേക്ക് എത്തിച്ചത്, ഹൈദരാബാദിൽ പുതിയ ചെമ്പ് പാളികൾ ഉണ്ടാക്കി, അത് 49 പവൻ സ്വർണം വെച്ചുകൊണ്ട് സ്മാർട്ട് ക്രാഫ്റ്റിൽ സ്വർണം പൊതിഞ്ഞു, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ഇവിടുന്ന് കൊണ്ടുപോയി 6 വർഷം മുൻപ് കൊണ്ടുപോയിട്ടുള്ള 42 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്ന ഈ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? വിജയ് മല്യ സ്വർണം പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ഒരു പരാതിയോ ആക്ഷേപമോ എങ്കിലും ഉണ്ടായിരുന്നോ? തങ്ങളുടെ കൈവശത്തിൽ, തങ്ങളുടെ മേൽനോട്ടത്തിൽ, തങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന അയ്യപ്പന്റെ വഹകൾ 6 വർഷം മുൻപ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലും ദേവസ്വം ബോർഡ് ഇതുവരെ നടത്തിയിരുന്നില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ ഇപ്പൊ 2025 ഇത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സുവോമോട്ടോ പ്രൊസീഡിങ്സ് ആരംഭിച്ച് ആ സുവോമോട്ടോ പ്രൊസീഡിങ്സിൽ പഴയ മഹസറുകൾ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കൃത്രിമത്വം 2019 നടന്നതായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവുകയും ചെയ്ത്. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്ന പോലെ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ വന്നിട്ട് ഒരു പരാതി ബോധിപ്പിച്ചിട്ടല്ല ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിൽ ഈ പറയുന്ന ശ്രീകോവിൽ മുഴുവൻ 30 കിലോ സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യുന്നത് വിജയ് മല്യാണ്. ആ വിജയ് മല്യ ചെയ്തിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിംഗിൽ എന്താണ്? നാളികേരം തട്ടിയിട്ടും ചില്ലറ നാണയ തുട്ടുകൾ തട്ടിയിട്ടും നെയ്യ് പറ്റിയിട്ടും ഒക്കെ ചില കേടുപാടുകളുണ്ട്. അതുകൊണ്ട് ഞാനത് സ്വന്തം നിലയിൽ നേരാക്കി തരാമെന്ന് കൊണ്ട് ദേവസ്വത്തെ അങ്ങോട്ട് ചെന്ന് സമീപിക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നത് സ്വന്തം കയ്യിലെ കാശെടുത്തിട്ടല്ല. ഇയാൾ അയ്യപ്പന്റെ പേര് പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് പിരിക്കുകയാണ് ചെയ്യുന്നത്.